പോകുന്നു. കർണാടക ബിജെപിയിൽ സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി. 3 സീറ്റ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് JDS. മാണ്ഡ്യ, ഹാസൻ, കോലാർ സീറ്റുകൾ വേണമെന്നാണ് ആവശ്യം. മാണ്ഡ്യ സീറ്റ് സുമലതയ്ക്ക് നൽകാനായിരുന്നു ബിജെപിയുടെ തീരുമാനം. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, കർണാടകയിൽ 2 ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇതിനോടകം ബിജെപി പ്രഖ്യാപിച്ചിട്ടുള്ള സീറ്റുകളിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങളൊക്കെയുണ്ട്. മുൻ കേന്ദ്രമന്ത്രി അതുപോലെ സിറ്റിംഗ് MP-മാർക്കൊക്കെ സീറ്റ് നിഷേധിച്ചത് നമുക്കറിയാം. രാജകുടുംബാംഗത്തിന് സീറ്റ് നൽകുന്നു. ആ തരത്തിലേക്കൊക്കെയുള്ള കടുത്ത നീക്കത്തിലേക്ക് ബിജെപി പോയിട്ടുണ്ട്. ഇപ്പോൾ ഘടകകക്ഷിയായ JDS-ന്റെ മായുള്ള തർക്കം എന്താണ്? അത് പരിഹരിക്കാൻ എങ്ങനെ നടപടികൾ പോകുന്നു? കൂടാതെ മകന് സീറ്റ് നിഷേധിച്ചതിലുള്ള മുതിർന്ന ബിജെപി നേതാവിന്റെ തർക്കം അതൊക്കെ പരിഹരിക്കപ്പെടുമോ? കർണാടക ബിജെപിയിൽ സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. JDS ഘടകകക്ഷിയാണ്. അവർ ഇപ്പോൾ ചില സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. 3 സീറ്റുകൾ മാണ്ഡ്യ, ഹാസൻ, കോലാർ സീറ്റുകൾ വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതിൽ മാണ്ഡ്യ സുമലതയ്ക്ക് നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് ബിജെപി ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പോകുന്നത് എന്നതറിയില്ല. മനേഷ്, എന്റെ ചോദ്യം കേട്ടിരുന്നോ? അനുജ, തീർച്ചയായും. അതായത് ആദ്യഘട്ട പട്ടിക, ബിജെപിയുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറങ്ങിയ ആ ഒരു സമയം മുതൽ തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധി കർണാടകയിലുണ്ട്. മുതിർന്ന നേതാക്കളൊക്കെ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ JDS-നും സമാനമായ രീതിയിലേക്ക് അത് 3 സീറ്റ് വേണമെന്നുള്ള കൃത്യമായ നിലപാടിലേക്ക് ആ നിലപാട് ഉറച്ചു തന്നെ JDS നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മാണ്ഡ്യ, ഹാസൻ, കോലാർ എന്നീ സീറ്റുകൾ വേണമെന്നുള്ളതാണ് JDS ആവശ്യപ്പെടുന്നത്. അതിൽ കവിഞ്ഞ് അതല്ലെങ്കിൽ അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ല എന്നുള്ളത് JDS ഉറച്ചു പറയുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കുമാരസ്വാമി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ബിജെപിയുടെ പ്രശ്നം മാണ്ഡ്യ സീറ്റ് സുമലതയ്ക്ക് തന്നെ നൽകുക എന്നുള്ളതാണ് ബിജെപിയുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത്. ആ മാണ്ഡ്യ സീറ്റ് JDS-ന് വേണമെന്നും അവിടെ കുമാരസ്വാമി മത്സരിക്കുമെന്നുള്ളതാണ് JDS-ന്റെ ഒരു തീരുമാനം. ആ രീതിയിലാണ് ആ മാണ്ഡ്യ സീറ്റ് JDS-ന് വേണമെന്നും അവിടെ കുമാരസ്വാമി മത്സരിക്കുമെന്നുള്ളതാണ് JDS-ന്റെ ഒരു തീരുമാനം. ആ രീതിയിലാണ് എന്തായാലും ചർച്ച പുരോഗമിക്കുന്നത്. ആ ചർച്ച ഏത് വിധത്തിൽ എല്ലാ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചൊരു സാഹചര്യം മുമ്പിലുണ്ട്. മാത്രമല്ല ബിജെപിക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വേറെ തന്നെയുണ്ട്. KS ഈശ്വരപ്പ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് നിലവിലുള്ളത്. മുൻ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം. മുതിർന്ന നേതാവാണ്, ബിജെപിയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം വലിയ തോതിൽ തന്നെ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പാർട്ടി വിടാൻ ഒരുങ്ങുന്നു തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ബിജെപിയിൽ വലിയ പ്രതിസന്ധി കർണാടകയിലുണ്ട്. അതെല്ലാം കൂടി പരിഹരിച്ചേ മതിയാവൂ. കാരണം ഈശ്വരപ്പയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകന് സീറ്റ് നൽകണം, ഹാവേരി സീറ്റ് നൽകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ അത് BJP കേന്ദ്ര നേതൃത്വം എന്തായാലും അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബസവരാജ ബൊമ്മയ്ക്ക് ഹാവേരി സീറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രതിസന്ധികൾ എന്തായാലും കർണാടകയിൽ തുടരുകയാണ്. JDS-ുമായുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ BJPക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും തീർക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൃത്യമായ അർത്ഥത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇനിയിപ്പോൾ 8 സീറ്റുകൾ മാത്രമാണ്, ഇനിയിപ്പോൾ 8 സീറ്റുകളിലേക്ക് മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുള്ളത്. അനുജ, അതാണ് കർണാടക ബിജെപിയിൽ ഇപ്പോൾ സീറ്റ് വിഭജനത്തിൽ ചില പ്രതിസന്ധികൾ ഉയർന്നിട്ടുണ്ട്. ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് JDS-ന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില ആവശ്യങ്ങൾ, ഒപ്പം തന്നെ മുതിർന്ന നേതാവ് ഈശ്വരപ്പയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം.